ഹായ് ഹലോ എല്ലാവർക്കും റൈറ്റേഴ്സ് ഐഎസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നു സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞൊരു ടോപ്പിക്. ആ ഭാഗത്ത് നിന്നും വളരെ പ്രധാനപ്പെട്ട ഇവിടെ മത്സര പരീക്ഷകൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഭാഗം നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് അത് ഗഗൻയാൻ മിഷൻ എന്നാണ് നമ്മുടെ ടോപ്പിക്കിന്റെ പേര്. എന്തുകൊണ്ട് ഈ ടോപ്പിക് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് നമ്മൾ പത്രം നോക്കുമ്പോഴോ അല്ലെന്നുണ്ടെങ്കിൽ ഓൺലൈൻ ന്യൂസ് വായിക്കുമ്പോഴൊക്കെ ഗഗൻയാൻ മിഷന് വേണ്ടിയിട്ട് കുറച്ച് അസ്ട്രോനോട്സിനെ നമ്മൾ സെലക്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ നമ്മൾ കാണാറുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു കറണ്ട് അഫയർ ടോപ്പിക്കിനകത്തൊരു ഒരു ടോപ്പിക്ക് വന്നതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി വരാൻ പോകുന്ന കോമ്പറ്റേറ്റീവ് പരീക്ഷയ്ക്ക് ഈ ഗഗൻയാൻ മിഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഗഗൻയാൻ മിഷനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം. ഗഗൻയാൻ മിഷൻ ആദ്യം എന്താണ് ഗഗൻയാൻ മിഷൻ നമുക്ക് അതൊന്ന് മനസ്സിലാക്കാം. നോക്കാം. ഒരു ഗഗൻയാനും ഉണ്ട്, ഒരു മിഷനുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ടേമിനെ നമ്മളൊന്ന് സ്പ്ലിറ്റ് അപ്പ് ചെയ്തു. ഗഗൻയാൻ മിഷൻ. അപ്പം ഗഗൻയാൻ എന്ന് പറയുന്നത് എന്തോ ഒരു സംഗതിയായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രൊജക്ട് ആയിരിക്കും എന്ന് മാത്രം അറിയാം. അതൊരു മിഷൻ ആണെന്ന് മാത്രം നമുക്ക് മനസ്സിലാക്കാം. ആ 2 ടേമിൽ നമുക്ക് കിട്ടും അല്ലെ. ഇനി എന്താണ് ഈ മിഷൻ എന്നും എന്തിനു വേണ്ടിയാണെന്നും എന്നാണ് നമുക്ക് ഇത് ക്യാരി ഔട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നതൊക്കെയാണ് നമ്മൾ ഇനി മനസ്സിലാക്കാൻ പോകുന്നത്. ഇത്രേ ഉള്ളൂ. ഈ ഗഗൻയാൻ മിഷൻ എന്ന് പറയുന്നത് ഈസ് ഇന്ത്യസ് ഓൺ ഗോയിങ് പ്രോജക്ട്. അതായത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. ഇത് ഒരു ഫൈനലൈസ് ചെയ്തില്ല, അല്ലെന്നുണ്ടെങ്കിൽ അതൊരു ലോഞ്ച് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഓൺ ഗോയിങ് പ്രൊജക്റ്റ് ആണെന്ന് പറയാം. അതെന്ന് വെച്ചാൽ എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ ടു സെൻഡ് a 3-day manned mission to the low earth orbit. അതായത് ഒരു 3 ദിവസത്തെ പരിപാടിയാണ്. അതായത് ഒരു 3 ദിവസത്തേക്ക് കുറച്ച് അസ്ട്രോനോട്സിനെ, കുറച്ച് ബഹിരാകാശ പര്യവേക്ഷകരെ എങ്ങോട്ടേക്ക് എത്തിക്കണം? സ്പേസിലേക്ക് എത്തിക്കണം. ഇതാണ് എന്തെന്ന് പറയുന്നത് ഗഗൻയാൻ മിഷൻ എന്ന് പറയുന്നത്. അതായത് സിംപ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗഗൻയാൻ എന്ന് പറയുന്ന ഒരു പേടകം. ഈ പേടകത്തിൽ ആരുണ്ടാവും? കുറച്ച് ആസ്ട്രോനോട്സ് ഉണ്ടാവും, കുറച്ച് ബഹിരാകാശ പര്യവേക്ഷകർ ഉണ്ടാവും. ഇവരെ എങ്ങോട്ടേക്ക് എത്തിക്കുന്നു? സ്പേസിലേക്ക് എത്തിക്കുന്നു. സ്പേസിൽ എവിടെയാണ് എത്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ലോ എർത്ത് ഓർബിറ്റിലാണ് എത്തിക്കുന്നത് ഓഫ് 400 കിലോമീറ്റേഴ്സ്. അതായത് 400 കിലോമീറ്റർ ഹൈറ്റിൽ സ്ഥിതി ചെയ്യുന്ന ലോ എർത്ത് ഓർബിറ്റിൽ കുറച്ച് ആസ്ട്രോനോട്സിനെ എത്തിക്കുക. ഇതൊരു 3 ദിവസത്തേക്കായിരിക്കും ഇവരവിടെ എത്തിക്കുന്നത്. ഈ 3 ദിവസം കഴിഞ്ഞതിന് ശേഷം ഈ മെമ്പേഴ്സിനെ they will bring them safely back to earth. അവരെ സേഫ് ആയിട്ട് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിക്കും. എർത്തിലേക്ക് തിരിച്ചെത്തിക്കും. എവിടേക്ക് എത്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് അറബിക്കടലില് ഗുജറാത്തിന്റെ തീരത്തായിരിക്കും ഇവര് തിരികെ വരിക. ഇത്രയാണ് ഗഗൻയാൻ മിഷൻ എന്ന് വെച്ചാൽ ഓവറോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഗഗൻയാൻ മിഷൻ എന്ന് പറയുന്നത് ഒരു പേടകമാണ്. ഈ പേടകത്തിൽ കുറച്ച് അസ്ട്രോനോട്സ്, കുറെ ബഹിരാകാശ പര്യവേക്ഷകര് എങ്ങോട്ടേക്ക് പോകുന്നു? സ്പേസിലേക്ക് പോകുന്നു. സ്പേസിൽ എങ്ങോട്ടേക്കാണ് ഇവർ എത്തുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്പേസിൽ എവിടെയാണ് ഈ ഗഗൻയാൻ എത്തുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? അത് ലോ എർത്ത് ഓർബിറ്റിലാണ് എത്തുന്നത്. ഓക്കെ, ഒരു 3 ദിവസത്തെ ഒരു പരിപാടിയായിരിക്കും അവിടെ. 3 ദിവസം ഇവരവിടെ എക്സ്പെരിമെന്റ്സും അവർക്ക് സ്റ്റഡി ചെയ്യാൻ, സ്പേസിൽ ഇരുന്നു കൊണ്ട് അവർ നമ്മുടെ ലോകത്തെ സ്റ്റഡി ചെയ്യുകയാണ്. ഈ ഒരു 3 ദിവസത്തെ പ്രോഗ്രാമിന് ശേഷം they will bring back to the എർത്ത്. അവർ തിരിച്ച് ഭൂമിയിലേക്ക് എത്തിക്കുക. ഇതാണ് ഗഗൻയാൻ മിഷൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പ്രൊജക്ട്. കാരണം നമുക്കറിയാം ലോകത്തെ ഞെട്ടിച്ചോണ്ടിരിക്കുകയാണ്. അത് സ്പേസ് റിലേറ്റഡ്, അതുപോലെ തന്നെ ലൂണാർ മിഷൻസും. അങ്ങനെ നമ്മുടെ ഒരു സ്പേസ് പ്രോഗ്രാംസിൽ വളരെയധികം ഇന്ത്യ ലോകത്തെ ഞെട്ടിക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം നമുക്കറിയാം കഴിഞ്ഞ വർഷം നമ്മൾ വാർത്തകൾ വായിച്ചാണ് ചന്ദ്രയാന്റെ വിക്ഷേപണവും അതിനകത്ത് എത്രത്തോളം നമ്മൾ സക്സസ്ഫുൾ ആയി നമ്മൾ അച്ചീവ് ചെയ്തു എന്നറിയാം. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഒരു സ്പേസ് മിഷൻ എന്ന് പറയുന്ന ലോകം വളരെ ഉത്കണ്ഠയോടെ കാത്തിരിക്കുന്ന ഒന്നാണ്. നമ്മൾ ഇന്ത്യ ഇത് എങ്ങനെയാണ് ഇത് അവതരിപ്പിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മളുടെ ഒരു ഈ ഒരു പ്രൊജക്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നതിനെ കുറിച്ച് ലോകം ഉറ്റുനോക്കുന്ന ഒരു സമയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗഗൻയാൻ മിഷൻ എന്ന് വെച്ചാൽ നമ്മൾ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. വളരെ ആദ്യമായിട്ടാണ് ഇന്ത്യ ആളുകളെ, അതായത് ഹ്യൂമൻസിനെ സ്പേസിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നു. അങ്ങനെ ഒരു പ്രാധാന്യമുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഇതിനകത്ത് ലോ എർത്ത് ഓർബിറ്റ് 400 കിലോമീറ്റേഴ്സ് ഒക്കെ ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചു. അതെന്താണെന്ന് ഞാനൊന്ന് പറഞ്ഞിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ നിങ്ങൾ ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാല് നിങ്ങൾക്ക് ഭൂമി കാണാൻ പറ്റുന്നുണ്ട് അല്ലെ, എർത്ത്. ഈ എർത്തിന് ചുറ്റും കുറെ വലയങ്ങൾ കാണാൻ പറ്റും അല്ലെ, സർക്കിൾസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതെന്ന് പറയുന്നത്, ഈ സർക്കിൾസിനാണ് നമ്മൾ ഓർബിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെ നമ്മൾ ഓർബിറ്റ് എന്ന് പറയും. ഓക്കെ, ഈ ഓർബിറ്റിലൂടെയാണ് സാറ്റലൈറ്റ്സ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ സാറ്റലൈറ്റിനും പർപ്പസ് അനുസരിച്ച് പലതരത്തിലുള്ള സാറ്റലൈറ്റ് ഉണ്ട്. അപ്പൊ ഈ സാറ്റലൈറ്റിന്റെ പർപ്പസ് അനുസരിച്ച് ഇതിന്റെ ലൊക്കേഷൻസ് മാറിക്കൊണ്ടിരിക്കും. ചില ഓർബിറ്റ് ചില
സാറ്റലൈറ്റ്സ് ഈ ഏറ്റവും ഉള്ളിൽ കാണുന്ന ഒരു കണ്ടോ ആ റെഡ് കളറില് അവിടെ ആയിരിക്കും ചിലപ്പോൾ ചില സാറ്റലൈറ്റ്സ്, ചിലപ്പോൾ ചിലത് അതിന് ഈ മീഡിയം ഇടയ്ക്ക് വരുന്നതിനകത്തായിരിക്കും, ചിലത് ഇങ്ങായിരിക്കും. അങ്ങനെ പലതരത്തിലുള്ള ഓർബിറ്റുകളിലാണ് പല സാറ്റലൈറ്റുകളും ഭൂമിയെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഭൂമിയെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓർബിറ്റിനെ ഭ്രമണപഥം പറയാറുണ്ട്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ഈ ലോ എർത്ത് ഓർബിറ്റ് ഏറ്റവും ഇങ്ങ് കാണുന്ന, അതായത് ഭൂമിയിൽ നിന്ന് വളരെ അടുത്ത്, മീൻസ് ഒരു 400 കിലോമീറ്റേഴ്സ് വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ലോ എർത്ത് ഓർബിറ്റിലേക്കാണ് ഈ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ആദ്യം കാണുന്ന ഓർബിറ്റ്. ഈ ഓർബിറ്റിലേക്കാണ് നമ്മൾ എന്തിനെ അയക്കുന്നത്? ഗഗൻയാൻ എന്ന് പറയുന്ന പേടകത്തെ നമ്മൾ അയക്കാൻ പോകുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ. അതിനകത്ത് പറയാൻ കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. എന്താണ് ലോ എർത്ത് ഓർബിറ്റ്, അതിന്റെ ലൊക്കേഷൻ എവിടെയാണ്, എന്താണെന്ന് മാത്രം സൂചിപ്പിച്ചുള്ളൂ. ആദ്യം നമ്മൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. ഇതൊരു ഓൺഗോയിങ് പ്രൊജക്ട് ആണ് ഗഗൻയാൻ എന്ന് പറയുന്നത്. ഇതൊരു പേടകമാണ്. ഈ പേടകത്തിനകത്ത് കുറച്ച് ആസ്ട്രോനോട്ട്സ് കയറിയിട്ട് ഇവർ നേരെ സ്പേസിലേക്ക് എത്തുന്നു. ഓക്കെ, സ്പേസിൽ എവിടെ എത്തുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിക്ക് ചുറ്റുമുള്ള, ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ലോ എർത്ത് ഓർബിറ്റിലായിരിക്കും ഇവരെത്തുന്നത്. ഓക്കെ, ഏകദേശം എത്ര ഡിസ്റ്റൻസ് ഉണ്ടാവും ലോ എർത്ത് ഓർബിറ്റിന് നമ്മുടെ ഭൂമിയായിട്ട്? ഒരു 400 കിലോമീറ്റർ. അതായത് ലോ എർത്ത് ഓർബിറ്റിന്റെ ഏകദേശം ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു 2000 കിലോമീറ്റർ വരെ വരാറുണ്ട്. നമ്മുടെ ഗഗൻയാൻ എത്തുന്നത് 400 കിലോമീറ്റർ ഹൈറ്റിലായിരിക്കും. ഓക്കെ, ഇതാണ് ഗഗൻയാൻ മിഷൻ. ആൻഡ് ഇറ്റ് ഈസ് ദ പ്രോജക്ട് ബൈ ഇസ്രോ. ISROയുടെയാണ് ഈ പ്രൊജക്ട്. അത് ഈ പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO ആണ് ഇതിന്റെ ഒരു പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ദ സ്പേസ് മിഷൻ വാസ് ഫസ്റ്റ് അനൗൺസ്ഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ നരേന്ദ്ര മോഡി ഇൻ 2018 ഇൻ ഹിസ് ഇൻഡിപെൻഡൻസ് ഡേ അഡ്രസ് ടു ദ നേഷൻ. അതായത് 2018 സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലാണ് നരേന്ദ്രമോദി ഈ ഒരു പദ്ധതിയെ കുറിച്ച് ശരിക്കും അവതരിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് ചോദിക്കാൻ നമ്മളെ ഈ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് കുറച്ച് നമ്മളെ കൺഫ്യൂഷൻ അടുപ്പിക്കാൻ പറ്റുന്ന ഒരു ഭാവം ആ ചോദ്യം. അത് ഇത് എന്നാണ് അനൗൺസ് ചെയ്തത്, ഇപ്പൊ എന്നാണ് ലോഞ്ച് ഡേറ്റിനെ കുറിച്ച് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഇല്ല. പക്ഷെ ഇങ്ങനെ പ്രൊജക്ടിനെ കുറിച്ച് പ്രധാനമന്ത്രി എന്നാണ് അനൗൺസ് ചെയ്തത് എന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതെന്നാണ്? 2018 അനൗൺസ് ചെയ്യുന്നത്. എന്തിന്റെ ഭാഗമായിട്ട്? 2018 സ്വാതന്ത്ര്യദിന പ്രസംഗത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സ്പേസ് മിഷനെ കുറിച്ച് പ്രധാനമന്ത്രി ആദ്യമായിട്ട് അനൗൺസ് ചെയ്യുന്നത്. അപ്പൊ അതൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം മറ്റുള്ളത് ചോദിച്ചില്ലെങ്കിൽ, മറ്റുള്ളതെല്ലാം നമ്മൾ ജനറലി പെട്ടെന്ന് ഓർത്തിരിക്കും. നമ്മൾ ഇഗ്നോർ ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ അതാണ് ആ 2018 എന്ന് പറയുന്ന ഒരു ഇയർ എന്ന് നോക്കുക. അതുപോലെ ടോട്ടൽ പ്രോഗ്രാം കോസ്റ്റ് ഈസ് എക്സ്പെക്ടഡ് ടു ബി അണ്ടർ 10,000 crore. അതായത് നമ്മുടെ ഈ പ്രൊജക്ടിന്റെ മൊത്തം കോസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം 10,000 കോടിക്ക് താഴെയായിരിക്കും ഈ ഒരു നമ്മുടെ ഗഗൻയാൻ മിഷന്റെ ഫുൾ പ്രൊജക്ട് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത പോലെ നോക്കാം. ദ പ്രൊജക്ട് ഡയറക്ടർ ഓഫ് ഗഗൻയാൻ മിഷൻ, ദാറ്റ് ഇസ് ആർ ഹട്ടൻ. ഈ ഗഗൻയാൻ മിഷൻ എന്ന് പറയുന്ന ആ പ്രൊജക്ടിന്റെ ഹെഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡയറക്ടർ എന്ന് പറയുന്നത് ആർ ഹട്ടൻ ആണ്. ഇതൊരു എന്താ പറയുന്നത്, വൺ വേർഡ് ആൻസർ ടൈപ്പ് ചോദ്യങ്ങളിനകത്ത് വരാൻ ചാൻസ് ഉള്ളതാണ്. അതുപോലെ ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ISRO ഫോർ ദ സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് ഗഗൻയാൻ മിഷൻ. അതായത് ഈ ഗഗൻയാൻ മിഷൻ ഒരു സക്സസ്ഫുള്ളി, വളരെ വിജയകരമായിട്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷൻ ഒക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ISRO. അത് ഏത് ഓർഗനൈസേഷൻ ചോദിക്കും? അത് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ ബാംഗ്ലൂരില് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ HSFC എന്നാണ് ആ സ്ഥാപനത്തിന്റെ പേര്. ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ. ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ. ഇത് എവിടെയാണ്? ബംഗളൂരുവിലാണ് ഈ ഒരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ഇത് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഗഗൻയാൻ മിഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി സെറ്റപ്പ് ചെയ്ത ഒരു ഓർഗനൈസേഷൻ ആണ്. ക്ലിയർ? മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതെല്ലാം വൺ വേർഡ് ആണ്. ഇപ്പൊ പറഞ്ഞ ഇത്രയും ഈ 3 പോയിന്റ് എന്ന് പറഞ്ഞാൽ വൺ വേർഡ് ആണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് ചോദിക്കാം, ചോദിക്കാതിരിക്കാം. ഞാൻ ഏറ്റവും കൂടുതൽ ചാൻസ് പ്രതീക്ഷിക്കുന്നുണ്ട് ഈ പ്രൊജക്ട് ഡയറക്ടറിന്റെ പേര്, അതുപോലെ തന്നെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് ഒക്കെ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അതുപോലെ അടുത്ത പോലെ ഫസ്റ്റ് ഡയറക്ടർ ഓഫ് HSFC ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്ററിന്റെ ആദ്യത്തെ ഡയറക്ടർ എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ നായരാണ്. ഈസ് എ മലയാളി. നമുക്ക് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ മലയാളി സയന്റിസ്റ്റ് ഇൻക്ലൂഡ് ഇൻ ദ ഗഗൻയാൻ മിഷൻ VR ലളിതാംബിക. ഗഗൻയാൻ മിഷനകത്തില് ഇൻക്ലൂഡ് ചെയ്യപ്പെട്ട ആ ഒരു പ്രൊജക്ടിനകത്തുള്ള, അല്ലെങ്കിൽ ആ പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു മലയാളി ആരെന്ന് ചോദിച്ചാൽ അത് VR ലളിതാംബികയാണ്. അപ്പൊ ഇത്രയാണ് നമുക്ക് വൺ വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന. പ്രൊജക്ട് ഡയറക്ടർ ആരാണ്, അതുപോലെ തന്നെ ഈ പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷൻ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഓർഗനൈസേഷന്റെ പേര് HSFC ആണ്. അതുപോലെ തന്നെ ഈ HSFCയുടെ ഫസ്റ്റ് ഡയറക്ടർ ആരാണ്? ഉണ്ണികൃഷ്ണൻ നായരാണ്. അതുപോലെ മലയാളി സയന്റിസ്റ്റ് ഇൻക്ലൂഡ് ഇൻ ദ ഗഗൻയാൻ മിഷൻ അത് VR ലളിതാംബിക. ഇങ്ങനെ കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇത്രയാണ് പറഞ്ഞത്. എന്താണ് ഈ പദ്ധതി എന്ന് പറഞ്ഞു, ആരാണ് നടപ്പിലാക്കാൻ പോകുന്നത് പറഞ്ഞു, അതുപോലെ തന്നെ
പ്രധാനമന്ത്രി എന്നാണ് അനൗൺസ് ചെയ്തത് അതൊന്ന് ഓർത്ത് വെക്കുക, ഒരു ഇമ്പോർട്ടന്റ്. അതുപോലെ പ്രൊജക്ട് കോസ്റ്റ്, പിന്നെ പ്രൊജക്ട് ഡയറക്ടർ. അപ്പൊ അതുപോലെ ഈ പ്രൊജക്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടി ISR ഒരു ഓർഗനൈസേഷൻ തന്നെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അതാണ് HSFC എന്ന് പറയുന്നത്. ആ HSFCയുടെ ആദ്യ ഡയറക്ടർ ആരാണ്? അത് ഉണ്ണികൃഷ്ണൻ നായർ, മലയാളി. അതുപോലെ തന്നെ മലയാളി സയന്റിസ്റ്റ് ഇൻക്ലൂഡ് ദ ഗഗൻയാൻ മിഷൻ. ഗഗൻയാൻ മിഷനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള മലയാളി സയന്റിസ്റ്റ് ആര്? അത് VR ലളിതാംബികയാണ്. അപ്പൊ ഇത്രയും കുറച്ച് കാര്യങ്ങളാണ്, ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഞാൻ പറഞ്ഞ വൺ വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചോളുക, നന്നായിട്ടൊന്ന് മെമ്മറൈസ് ചെയ്യുക. ക്ലിയർ? അടുത്തെന്ന് വെച്ചാൽ വ്യോമിത്ര എന്ന് പറഞ്ഞൊരു റോബോട്ടിനെ കുറിച്ച് നമുക്ക് പഠിക്കണം. ഓക്കെ, വ്യോമിത്ര എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഗഗൻയാൻ മിഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുമ്പ്, ഗഗൻയാൻ മിഷൻ മാൻഡ് മിഷൻ ആണ് അല്ലെ, അതായത് എന്താ ചെയ്യുന്നത്, മനുഷ്യരെ പേടകത്തിലാക്കി സ്പേസിൽ എത്തിക്കുക എന്നുള്ളതാണ് ഗഗൻയാൻ മിഷൻ എന്ന് പറയുന്നത്. അതിന് മുമ്പായിട്ട് കൊണ്ടുവന്ന ഒരു പരിപാടിയാണ്. അതിനു മുമ്പ് ഈ മനുഷ്യർക്ക് വരെ ഒരു റോബോട്ടിനെ ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ടെസ്റ്റ് നടത്തുന്നു, ഒരു ടെസ്റ്റ് മിഷൻ നടത്തുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ആ ഒരു ടെസ്റ്റ് മിഷൻ നടത്താൻ വേണ്ടിയിട്ട് നിർമ്മിക്കപ്പെട്ട ഒരു റോബോട്ടാണ് വ്യോമിത്ര എന്ന് പറയുന്നത്. അപ്പൊ ചോദിക്കും, ഗഗൻയാൻ മിഷന് മുമ്പായിട്ട് നടപ്പിലാക്കപ്പെട്ട ഒരു ടെസ്റ്റ് ഫ്ലൈറ്റിന് ഉപയോഗിച്ച റോബോട്ടിന്റെ പേരെന്ത്? വ്യോമിത്ര. അപ്പം ഇറ്റ് ഇസ് എ ഫീമെയിൽ റോബോട്ട്. നിങ്ങൾ ചിത്രത്തിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഇതാണ് ആ റോബോട്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ ഫീമെയിൽ റോബോട്ട്. ഇതൊരു ഫീമെയിൽ റോബോട്ടാണ്. ഡിസൈൻഡ് ആൻഡ് ഡെവലപ്ഡ് ബൈ ദ ISRO ടു ഫ്ലൈ അബോർഡ് അൺമാൻഡ് ടെസ്റ്റ് മിഷൻസ് അഹെഡ് ഓഫ് ഗഗൻയാൻ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് മിഷൻ. അതായത് നമ്മൾ ഈ ഗഗൻയാൻ പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു അൺമാൻഡ് ആയിട്ടുള്ള, മനുഷ്യനെ കൊണ്ടുപോകാത്ത ഒരു മിഷൻ ടെസ്റ്റ് ആയിട്ട് സംഘടിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അതിനു വേണ്ടിയിട്ട് മനുഷ്യന് പകരം ഒരു റോബോട്ടിനെ അവർ കൊണ്ടുപോയത്, ഒരു ഫീമെയിൽ റോബോട്ടിനെ. ആ ഫീമെയിൽ റോബോട്ടിന്റെ പേരാണ് വ്യോമിത്ര എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പം ഇത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗഗൻയാൻ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ടെസ്റ്റ് ഫ്ലൈറ്റ് നടത്തുകയാണ്. നമ്മൾ ഇതുപോലെ പേടകത്തില് ഒരു മനുഷ്യന് പകരം റോബോട്ടിനെ നമ്മൾ അയക്കുന്നു. അത് മനുഷ്യനെ പോലെ ഒരു AI ഡിസൈൻഡ് ആണ്, മനുഷ്യനെ പോലെ തന്നെ പെരുമാറാൻ ഒക്കെ പറ്റുന്ന ഒരു റോബോട്ടാണ്. അപ്പൊ അങ്ങനെ ഏത് റോബോട്ടിനെയാണ് കൊണ്ടുപോയെന്ന് ചോദിച്ചാൽ അത് വ്യോമിത്ര എന്നുള്ള റോബോട്ടാണ്. ഇറ്റ്സ് എ ഫീമെയിൽ റോബോട്ട്. ചിത്രത്തിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ വ്യോമിത്ര ഇസ് എ കോമ്പിനേഷൻ ഓഫ് ടു സാൻസ്ക്രിറ്റ് വേർഡ്സ് വ്യോമ ആൻഡ് മിത്ര. അതായത് ഈ വ്യോമിത്ര എന്ന് പറയുന്ന ഒരു പേര് കൊടുത്തതിനകത്ത് ഉദ്ദേശമുണ്ട്. അതിനകത്ത് രണ്ട് സംസ്കൃത പദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? വ്യോമ എന്ന് പറയുന്ന സംസ്കൃത പദം, അതിന്റെ അർത്ഥം സ്പേസ്. അതുപോലെ തന്നെ മിത്ര, അതിന്റെ ഫ്രണ്ട്, സുഹൃത്ത് എന്നർത്ഥം വരുന്ന മിത്രയും സ്പേസ് എന്നർത്ഥം വരുന്ന വ്യോമങ്ങൾ ചേർത്തിട്ടാണ് വ്യോമിത്ര. വ്യോമിത്ര എന്താണെന്ന് ചോദിച്ചാൽ അതൊരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എനേബിൾഡ് റോബോട്ടാണ്, ഒരു ഫീമെയിൽ റോബോട്ടാണ്. ഈ ഫീമെയിൽ റോബോട്ട് എന്തിനു വേണ്ടിയായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഗഗൻയാൻ മിഷൻ നമ്മൾ നടപ്പിലാക്കുന്നതിന് മുമ്പായിട്ട് മനുഷ്യനെ കൊണ്ടുപോകാത്ത ഒരു അൺമാൻഡ് മിഷൻ നമ്മൾ ഒരു ടെസ്റ്റ് ഫ്ലൈറ്റ് നടത്താൻ വേണ്ടിയിട്ട് മനുഷ്യന് പകരം ഉപയോഗിച്ച ഒന്നാണ് ഈ റോബോട്ട്. ആ റോബോട്ടിന്റെ പേരാണ് എന്ത്? വ്യോമിത്ര എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. അതുപോലെ തന്നെ ഇഫ് ഇന്ത്യസ് ഗഗൻയാൻ മിഷൻ ഈസ് സക്സസ്ഫുൾ ഇറ്റ് വിൽ ജോയിൻ ദ എക്സ്ക്ലൂസീവ് ക്ലബ് ഓഫ് കൺട്രീസ് US, റഷ്യ ആൻഡ് ചൈന. ഇതെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഗഗൻയാൻ മിഷൻ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലോകത്തെ 4ാമത്തെ രാജ്യമാകും. അതായത് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ്, അതായത് മനുഷ്യനെ സ്പേസിൽ എത്തിക്കുന്ന പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്ത രാജ്യങ്ങളുടെ പട്ടികയിൽ നമ്മൾ 4ാം സ്ഥാനത്ത് വരും. 1ാം സ്ഥാനത്ത് വരുന്നത് US, റഷ്യ, ചൈന. ഇപ്പൊ നമ്മളെക്കാൾ മുന്നിലുള്ള 3 രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ അത് US, റഷ്യ, ചൈന. അപ്പൊ ഇത്രയും രാജ്യങ്ങള് അവരെന്ത് ചെയ്തു? മാൻഡ് മിഷൻസ്, അതായത് മനുഷ്യനെ സ്പേസിൽ എത്തിക്കുന്ന പ്രൊജക്ടുകൾ അവർ ഇംപ്ലിമെന്റ് സക്സസ്ഫുൾ ആണ്. ഇനി നമ്മളിവിടെ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ നമ്മൾ 4ാം സ്ഥാനത്ത് എത്തും. നമ്മളും ആ ഒരു ക്ലബിലേക്ക് എത്തും. അതാണ് ആ എക്സ്ക്ലൂസീവ് ക്ലബിലേക്ക് നമ്മളും എത്തും. അതായത് മനുഷ്യനെ സ്പേസിലേക്ക് അയച്ച രാജ്യങ്ങളുടെ ക്ലബ്ബ് എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിലേക്ക് ഇന്ത്യയും എത്തും. എങ്ങനെയാണെങ്കിൽ ഇഫ് ഇന്ത്യസ് ഗഗൻയാൻ മിഷൻ ഇസ് സക്സസ്ഫുൾ. ഓക്കെ, ക്ലിയർ? ഇനി നമുക്ക് ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് നോക്കാം. എന്തിനാണ് ഈ മിഷൻ? നമ്മൾ എപ്പോഴും ആലോചിക്കാറുണ്ടല്ലേ, ഒരു സ്പേസ് ഒരു എക്സ്പ്ലോറേഷൻ ഒക്കെ നടക്കുമ്പോൾ, നമുക്കൊരു ബഹിരാകാശ പര്യവേഷണമൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ആലോചിക്കും എന്തിനാണ് ഈ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്, ഇത്രയും പൈസ എടുത്ത് പാവങ്ങൾക്ക് കൊടുക്കാറുന്നില്ലേ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് അല്ലെ. നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ് ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് നോക്കാം. ടു അണ്ടർടേക്ക് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ്സ്. പ്രധാനമായിട്ട് ഒന്നാമത്തെ എന്ന് പറയുന്നത് മനുഷ്യന്റെ സ്പേസ് ഫ്ലൈറ്റ് കൂടുതൽ
യാഥാർത്ഥ്യമാക്കുക. അതൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് അതിന്റെ ഒരു ഫ്യൂച്ചർ സാധ്യതകളെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇറ്റ്സ് ഇമ്മീഡിയറ്റ് എയിം ഈസ് ടു ഡെമോൺസ്ട്രേറ്റ് ഇൻഡിജിനസ് കേപ്പബിലിറ്റി ടു അണ്ടർടേക്ക് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ്. അതായത് ഗഗൻയാൻ മിഷന്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തദ്ദേശീയമായിട്ട് നമ്മൾ ആരുടെ സഹായമില്ലാതെ നമ്മളുടെ ഇന്ത്യയുടെ ഓൺ കേപ്പബിലിറ്റിയിൽ നമ്മൾ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ നമ്മുടെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ. തദ്ദേശീയമായിട്ട് നമ്മളുടെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കേപ്പബിലിറ്റി ഉപയോഗിച്ചുകൊണ്ട്, അതായത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഫുൾ കേപ്പബിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് സ്പേസ് ഫ്ലൈറ്റ് യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. പിന്നെന്ന് പറയുന്നത് സ്പേസ് എക്സ്പ്ലോറേഷൻ. സ്പേസിനെ കുറിച്ച് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക, കൂടുതൽ മനസ്സിലാക്കുക, പഠിക്കുക. ഇൻ ദ ലോങ് റൺ ഇറ്റ് വിൽ ലേ ദ ഫൗണ്ടേഷൻ ഫോർ എ സസ്റ്റൈൻഡ് ഇന്ത്യൻ ഹ്യൂമൻ സ്പേസ് എക്സ്പ്ലോറേഷൻ പ്രോഗ്രാം. അതായത് ഇതൊരു തുടക്കം മാത്രമാണ്. ഇപ്പൊ ഗഗൻയാൻ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ ഇതൊരു തുടക്കമാണ്. എന്തിന്റെ തുടക്കമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി വരുന്ന ഫ്യൂച്ചറിലും ഇനി വരുന്ന ഭാവിയിൽ ഏറ്റവും മികച്ച തരത്തിലുള്ള ഹ്യൂമൻ സ്പേസ് എക്സ്പ്ലോറേഷൻസ് നമ്മളെ കൊണ്ട് സാധ്യമാകും, അല്ലെങ്കിൽ അതിന്റെ സാധ്യതകൾ കൂടുതൽ അതിലേക്ക് നമ്മൾ എത്തിപ്പിടിക്കാം എന്നുള്ള ഒരു ലക്ഷ്യം. ആ ഒരു സ്പേസ് എക്സ്പ്ലോറേഷന്റെ ഒരു ലോങ് റണ്ണിൽ നമ്മൾ അതിന്റെ സക്സസ്ഫുൾ ആയി മാറുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ ഇൻഡിജിനസ് നമ്മുടെ തദ്ദേശീയമായ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഫുൾ പൊട്ടൻഷ്യൽ എടുത്തുകൊണ്ട് നമ്മൾ ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ സ്പേസിൽ എത്തിക്കുക, ഹ്യൂമൻ സ്പേസ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുക. അടുത്തതെന്ന് പറയുന്നത് എന്താണ്, ലോങ് റണ്ണിൽ ഇത് നമ്മുടെ രാജ്യത്തിന്റെ തന്നെ ഒരു സ്പേസ് പ്രോഗ്രാംസിന് ഒരു തുടക്കം ആയി മാറുക എന്നുള്ളതാണ് നമുക്ക് രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ ഗഗൻയാൻ മിഷനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജീസ് എന്തൊക്കെയാണെന്നാണ് നമ്മളിനി മനസ്സിലാക്കാൻ പോകുന്നത്. ഓക്കെ, അതിനു മുമ്പായിട്ട് ഞാൻ ഒരു ഇമേജ് നിങ്ങളെ കാണിക്കാം. കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ. അപ്പം ഇതെന്ന് പറയുന്നത് ഒരു ഭാഗവും ഈ ഭാഗം ഇതാണ് നമ്മുടെ റോക്കറ്റ്. ആക്ച്വലി എന്താ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഈ റോക്കറ്റിലാണ് നമ്മുടെ ഈ പേടകം ഘടിപ്പിച്ചിരിക്കുന്നത്. ഗഗൻയാൻ പേടകം ഘടിപ്പിച്ചിരിക്കുന്നത് ഈ റോക്കറ്റിന്റെ ഈ ഭാഗത്താണ്. ഇതിനെയാണ് നമ്മൾ സ്പ്ലിറ്റപ്പ് ചെയ്ത് ഈ രണ്ട് ഇമേജ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഈ പേടകത്തെ റോക്കറ്റിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഈ റോക്കറ്റാണ് ഇതിനെ സ്പേസിൽ എത്തിക്കുന്നത്. ബേസിക് ആയിട്ട് ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ ആദ്യം തുടക്കത്തിലെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു ഭാഗം ഇവിടെയാണ് ഹാബിറ്റാറ്റ് ഓഫ് അസ്ട്രോനോട്ട്. അസ്ട്രോനോട്ട്സിന്റെ അവര് സ്ഥിതി ചെയ്യുന്ന അവിടെ ആയിരിക്കും. പിന്നെ ഇതൊരു സർവീസ് മോഡ്യൂൾ, ഇങ്ങനെ കുറച്ച് ഭാഗങ്ങളുണ്ട്. ഇതൊക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഞാൻ ആ ഇമേജ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലായ ഇമേജ് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം ഇമേജ് കാണിച്ചത്. നമുക്കിനി നോക്കാം. അതിനകത്ത് ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഹ്യൂമൻ റേറ്റഡ് LVM3 എന്ന് പറഞ്ഞൊരു ഭാഗമാണ്. ഹ്യൂമൻ റേറ്റഡ് LVM3 എന്നാൽ ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട കാര്യം, ഇറ്റ്സ് എ റോക്കറ്റ്. അപ്പൊ ടേം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപക്ഷെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ടേം ഒന്ന് വായിച്ച് ഇങ്ങനെ മനസ്സിലാക്കാൻ പ്രയാസം വരും. പക്ഷെ ആക്ച്വലി ഇതൊരു റോക്കറ്റ് ആണ്. നമുക്ക് റോക്കറ്റിനെ കുറിച്ച് നമ്മൾ ചെറുപ്പം തൊട്ട് നമ്മൾ +2 ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ കേട്ടുള്ളതാണ് എന്താണ് റോക്കറ്റ്, റോക്കറ്റിന്റെ പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കുന്നത്. ഒരു റോക്കറ്റ് ആണ് ഹ്യൂമൻ റേറ്റഡ് LVM3 എന്ന് വെച്ച് കഴിഞ്ഞാൽ എ മോഡിഫൈഡ് വേർഷൻ ഓഫ് ISRO's മോസ്റ്റ് റിലയബിൾ റോക്കറ്റ് LVM3 previously called Geosynchronous Satellite Launch Vehicle Mark III. അതായത് നമ്മൾ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു റോക്കറ്റ് ആണ് എന്തെന്ന് പറയുന്നത് LVM3 എന്ന് പറയുന്ന ഒരു റോക്കറ്റ്. ഓക്കെ, ഇത് LVM3 ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3. നമ്മളറിയാം ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 എന്ന് പറയും. അതാണ് LVM3 എന്ന് വെച്ച് കഴിഞ്ഞാൽ. ലോഞ്ച് വെഹിക്കിൾ എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് സംഭവമൊന്നുമില്ല. ഇപ്പൊ നമുക്കൊരു പേടകം, ഒരു സാറ്റലൈറ്റ് നമുക്ക് സ്പേസിലേക്ക് അയക്കണം. അപ്പൊ സ്പേസിലേക്ക് അയക്കുന്നതിന് ആദ്യം ഈ പേടകം എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കാണാം, ഈ റോക്കറ്റ് ഉണ്ടോ, ഈ റോക്കറ്റിലേക്ക് ആദ്യം ഈ പേടകത്തെ കണക്ട് ചെയ്യും. അതായത് നമ്മൾക്ക് ഗഗൻയാനാണ് നമുക്ക് എത്തിക്കേണ്ടത്, ഗഗൻയാൻ മിഷനാണ്. അപ്പൊ ആ പേടകത്തെ എന്ത് ചെയ്യും, റോക്കറ്റിൽ കണക്ട് ചെയ്യും. എന്നിട്ട് ഈ റോക്കറ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ പേടകത്തെ എത്തിക്കുന്നത്. ഇത് സ്പേസിൽ എത്തിക്കഴിയുമ്പോഴത്തേക്ക് ആക്ച്വലി ഈ റോക്കറ്റിന്റെ ഫുള്ള് കത്തി തീർന്നിട്ടുണ്ടാവും. റോക്കറ്റിന്റെ പർപ്പസ് പൂർണ്ണമായിട്ട് കഴിയും. ആ പേടകം മാത്രമായിട്ട് മാറും. ഇതാണ് അതിന്റെ വർക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അങ്ങനെ നമ്മളുടെ ഗഗൻയാൻ മിഷന് വേണ്ടി ഉപയോഗിക്കുന്ന പേടകം ഏതാണ്, ലോഞ്ച് വെഹിക്കിൾ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിതാണ് ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3. അതിനെ ഒന്ന് പരിഷ്കരിച്ച് ആ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 എന്ന് പറയുന്ന റോക്കറ്റിനെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് പുതിയതാക്കി ഹ്യൂമൻ റേറ്റഡ് ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 എന്ന് പറയുന്ന ഒരു റോക്കറ്റ് ആക്കി മാറ്റി. അതിലാണ് നമ്മൾ ഗഗൻയാനെ എങ്ങോട്ടേക്ക് അയക്കുന്നത്, സ്പേസിലേക്ക് അയക്കുന്നത്.
അപ്പോൾ അതാണ് ടെക്നോളജീസ്. ഇതിന്റെ പിന്നിലുള്ള ആ ഗഗൻയാൻ മിഷൻ എന്ന് പറയുന്ന വലിയ പ്രൊജക്ടിന്റെ പിന്നിലുള്ള ഒന്നാമത്തെ ടെക്നോളജി എന്ന് വെച്ചാൽ ആ റോക്കറ്റ്, അതായത് ആ ലോഞ്ച് വെഹിക്കിൾ. ഏത് ലോഞ്ച് വെഹിക്കിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹ്യൂമൻ റേറ്റഡ് LVM-3 ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3. ഈ ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 എന്നുള്ളതാണ് അതിന്റെ പേര്, ആ റോക്കറ്റിന്റെ പേര്. ഓക്കെ, ഇറ്റ് ഈസ് റീകോൺഫിഗർഡ് ആസ് ഹ്യൂമൻ റേറ്റഡ് ലോഞ്ച് വെഹിക്കിൾ ടു ബി കേപ്പബിൾ ഓഫ് സേഫ്ലി ട്രാൻസ്പോർട്ടിംഗ് ഹ്യൂമൻസ് ടു ദ ഇന്റൻഡഡ് ഓർബിറ്റ്. അതായത് ഇത് ഹ്യൂമൻ റേറ്റഡ് എന്ന് പേര് കൊടുത്തേക്കുന്ന വെച്ചാൽ ഹ്യൂമൻസിനെ ക്യാരി ചെയ്യുന്നതുകൊണ്ടാണ്. അതായത് മനുഷ്യനെ സ്പേസിൽ എത്തിക്കുന്ന ഒരു പ്രൊജക്ട് ആയതുകൊണ്ട് മനുഷ്യൻ, ഹ്യൂമൻ, അതുകൊണ്ടാണ് ഹ്യൂമൻ റേറ്റഡ് ലോഞ്ച് വെഹിക്കിൾ ഇട്ടേക്കുന്നത്. ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ഒരു സാറ്റലൈറ്റ് ആണ്, പഴയൊരു റോക്കറ്റ് ആണ്. ആ റോക്കറ്റിനെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് അതിന്റെ പേരൊക്കെ മാറ്റി ഹ്യൂമൻ റേറ്റഡ് LVM-3 ഹ്യൂമൻ റേറ്റഡ് ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 എന്നാക്കിയിട്ട് ഈ ഇതിലാണ് എന്ത് ചെയ്യുന്നത്, ഗഗൻയാനെ സ്പേസിൽ എത്തിക്കുന്നത്. അപ്പൊ അതാണ് ഒന്നാമത്തെ ആ റോക്കറ്റ്. ഓക്കെ, അതാണ് ഒന്നാമത്തെ ടെക്നോളജി എന്ന് പറയുന്നത്. അതാണ് അതിന്റെ പടത്തിൽ കാണുന്നുണ്ടല്ലോ നിങ്ങൾ. ഇതാണ് ഗഗൻയാൻ എന്ന് പറഞ്ഞാൽ പേടകം. ഇത്രയും ഫുള്ളാണ് പേടകം എന്ന് പറയുന്നത്. ഈ പേടകത്തെ എന്ത് ചെയ്യും, ഈ റോക്കറ്റിലേക്ക് കണക്ട് ചെയ്യും. ഈ റോക്കറ്റിലേക്ക് കണക്ട് ചെയ്തിട്ട് ഓക്കെ, ഇതാണ് നമ്മുടെ ഗഗൻയാൻ എന്ന് പറഞ്ഞ പേടകം. ഓക്കെ, ഈ പേടകത്തെ എന്ത് ചെയ്യും, ഈ റോക്കറ്റിലേക്ക് ഇവിടെ കണക്ട് ചെയ്യും. ഇതാണ് ഫുള്ള് റോക്കറ്റ്. ഇതാണ് ഹ്യൂമൻ റേറ്റഡ് ലോഞ്ച് വെഹിക്കിൾ എന്ന് പറഞ്ഞ ഈ മൊത്തവും സംഭവത്തെയാണ് ഈ ഹ്യൂമൻ റേറ്റഡ് ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 എന്ന് പറയുന്നത്. ഇതിലേക്ക് നമ്മൾ പേടകത്തെ കണക്ട് ചെയ്യുന്നു. ഇത് നേരെ മുകളിലേക്ക് പോകുന്നു. സ്പേസിൽ എത്തിക്കഴിയുമ്പോഴത്തേക്ക് പൂർണ്ണമായിട്ടും ഈ നമ്മുടെ ഹ്യൂമൻ റേറ്റഡ് ലോഞ്ച് വെഹിക്കിൾ എന്ന് പറയുന്ന റോക്കറ്റ് പൂർണ്ണമായിട്ട് കത്തിത്തീരും. എന്നിട്ട് സ്പേസിൽ ഈ ഗഗൻയാൻ എന്ന് പറയുന്ന പേടകം മാത്രമായിട്ട് അവശേഷിക്കും. ക്ലിയർ? ഇതാണ് ഒന്നാമത്തെ ടെക്നോളജി എന്ന് വെച്ചാൽ. അടുത്തതെന്ന് പറയുന്ന ഓർബിറ്റൽ മോഡ്യൂൾ എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ ടെക്നോളജി, അതായത് രണ്ടാമത്തെ കമ്പോണന്റ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അതായത് ഓർബിറ്റൽ മോഡ്യൂൾ ഇത് എന്തിനു വേണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഓർബിറ്റിംഗ് ദ എർത്ത് കംപ്രൈസിംഗ് ദ ക്രൂ മോഡ്യൂൾ ആൻഡ് സർവീസ് മോഡ്യൂൾ. അതായത് ഇതിനെ മൊത്തത്തിലാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഓർബിറ്റൽ മോഡ്യൂൾ എന്ന് പറയുന്നത് മൊത്തത്തില്. കാരണം ഈ റോക്കറ്റില് ഈ ഓർബിറ്റൽ മോഡ്യൂൾ സ്പേസിൽ എത്തിക്കഴിഞ്ഞാൽ സ്പേസിൽ ഇപ്പൊ നമ്മള് ഇത് എർത്ത് എന്ന് ആലോചിക്കാം, ഇത് ഈ പറയുന്ന സ്പേസ്. നമ്മൾ എർത്തിൽ നിന്ന് നമ്മൾ റോക്കറ്റിൽ നേരെ ഈ ഗഗൻയാനെ വിട്ടു. ഓക്കെ, വിട്ട് കഴിഞ്ഞാൽ ഈ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് റോക്കറ്റ് പൂർണ്ണമായിട്ടും കത്തിത്തീരും. പകരം എന്ത് മാത്രമായിട്ട് മാറും, ഈ പേടകം മാത്രമായിട്ട് മാറും. പിന്നീട് ഈ പേടകമാണ് ഭൂമി ഇങ്ങനെ എന്താ പറയുക ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതാണ് ഈ പേടകത്തിന്, അതായത് ഈ ഭൂമിയെ ഭ്രമണം ചെയ്യുന്ന ഈ പേടകത്തിന് പറയുന്ന പേരാണ് ഓർബിറ്റ് മോഡ്യൂൾ എന്ന് പറയുന്നത്. അതായത് ഓർബിറ്റൽ മോഡ്യൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഓർബിറ്റിംഗ് ദ എർത്ത്, ഭൂമിക്ക് ചുറ്റും ഇതിങ്ങനെ വലയം ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഓർബിറ്റൽ മോഡ്യൂൾ. റോക്കറ്റ് അല്ല, റോക്കറ്റിന്റെ പണി കഴിഞ്ഞു ഏകദേശം. ഇനി ഓർബിറ്റൽ മോഡ്യൂളിന് രണ്ട് ഭാഗങ്ങളുണ്ട്. അത് ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ക്രൂ മോഡ്യൂൾ ആൻഡ് സർവീസ് മോഡ്യൂൾ. അതെന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. ഈ ക്രൂ മോഡ്യൂള്, ഈ മുകളിൽ കാണുന്ന സാധനമുണ്ട്, ഇതാണ് ക്രൂ മോഡ്യൂള്. ഈ താഴത്തത് സർവീസ് മോഡ്യൂൾ. ഇത് രണ്ടും കൂടെ ചേർന്ന് കഴിയുമ്പോൾ ഓർബിറ്റൽ മോഡ്യൂൾ ആവും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പൊ ക്രൂ മോഡ്യൂൾ എന്താന്ന് നോക്കാം. ഇറ്റ് ഇസ് എ ഹാബിറ്റബിൾ സ്പേസ് വിത്ത് ആൻ എർത്ത് ലൈക്ക് എൻവയോൺമെന്റ് ഫോർ ദ ഓൺ ബോർഡ് ക്രൂ മെമ്പേഴ്സ്. ഇത്രേ ഉള്ളൂ. ഇതിനകത്ത് ഇതൊരു ഹാബിറ്റാറ്റ് ആണ്. അത് നമ്മൾ പോകുന്ന ആസ്ട്രോനോട്സിന് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എർത്ത് ലൈക്ക് ഭൂമിയിൽ ഉള്ള ഒരു സിറ്റുവേഷൻസ് എല്ലാം ഒരുക്കിയിട്ടുള്ള ഒരു ഹാബിറ്റാറ്റ് ആണെന്ന് പറയുന്ന ക്രൂ മോഡ്യൂൾ. അത് ക്രൂവിനുള്ള ഒരു മോഡ്യൂൾ എന്ന് മാത്രം ഓർത്തിരുന്നാൽ മതി. ഇറ്റ് വിൽ കൺസിസ്റ്റ് ഓഫ് ഹ്യൂമൻ ഹാബിറ്റബിൾ മോഡ്യൂൾ വിത്ത് എ കൺട്രോൾ സിസ്റ്റം ഫോർ ദ മിഷൻ, ക്രൂ കമ്മ്യൂണിക്കേഷൻ, നാവിഗേഷൻ, ഗൈഡൻസ് ആൻഡ് ഏവിയോണിക് സിസ്റ്റം. ഇത്രേ ഉള്ളൂ. ഇതിനകത്ത് ഇവർക്ക്, അതായത് ഇതൊരു ഏരിയ ആണ്. അതായത് ഈ അസ്ട്രോനോട്സ് പോകുമല്ലോ സ്പേസിലേക്ക്, പോകുമ്പോൾ അവർക്ക് എന്താ പറയുക, അവർക്ക് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സ്പേസ് ആണ്. അപ്പൊ ഇതൊരു എർത്ത് ലൈക്ക് അറ്റ്മോസ്ഫിയർ ആയിരിക്കും. നമുക്ക് ഭൂമിയിൽ എന്തൊക്കെയുള്ള സൗകര്യങ്ങൾ, ഒരു ഭൂമിയിൽ നമുക്കൊരു പരീക്ഷണശാല എന്ന് പറയുന്ന പോലെ ഇവർക്കും അവിടെ ഒരു എർത്ത് ലൈക്ക് എൻവയോൺമെന്റ് ഒരു പരീക്ഷണശാലയാണ്. അവിടെ നാവിഗേഷൻ സിസ്റ്റംസ് ഉണ്ടായിരുന്നു, ഇതിനെ കൺട്രോൾ ചെയ്യും. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ, അതായത് സ്പേസിൽ നിന്ന് ഭൂമിയിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുക. ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങൾക്കും വേണ്ടിയുള്ള ഒരു എർത്ത് ലൈക്ക് എൻവയോൺമെന്റ് ആണ് ഈ ക്രൂ മോഡ്യൂൾ എന്ന് പറയുന്നത്. ഈ ക്രൂ മോഡ്യൂളിനകത്തായിരിക്കും ആരുള്ളത്, അസ്ട്രോനോട്സ് ഉള്ളത്. അപ്പോൾ ഈ ക്രൂ മോഡ്യൂൾ എന്ന് പറയുന്നത് എന്താണ്, നിങ്ങൾക്ക് കാണാം ഈ മുകളിൽ കാണുന്നതാണ് ക്രൂ മോഡ്യൂൾ എന്ന് പറയുന്നത്. ഇതിനകത്താണ് ഈ അസ്ട്രോനോട്സ് ഇരിക്കുന്നത്. അതാണ് അവർ എക്സ്പെരിമെന്റ്സ് ഒക്കെ നടക്കുന്ന ഒരു ലാബ് പോലൊരു എൻവയോൺമെന്റ് ആയിരിക്കും. അടുത്തതെന്ന് പറയുന്നത് സർവീസ് മോഡ്യൂൾ. ഓക്കെ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഈ ക്രൂ മോഡ്യൂളിന്, അതായത് ആൾക്കാരിരിക്കുന്ന പരീക്ഷണശാലയ്ക്ക് ആ ക്രൂ മോഡ്യൂളിനുള്ള സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള
ഒരു ഭാഗമാണ് എന്ന് പറയുന്ന സർവീസ് മോഡ്യൂൾ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. സർവീസ് മോഡ്യൂൾ ഡസ് ഓൺ ബിറ്റ് സർവീസിങ്, അതായത് ഈ ആൾക്കാർക്ക് വേണ്ട സഹായങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയുള്ളതാണ് ഈ സർവീസ് മോഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്? കമ്പോണൻസ് അല്ലെങ്കിൽ ടെക്നോളജി എന്ന് പറയുന്ന ഒന്നാമത്തെന്ന് വെച്ചാൽ ഹ്യൂമൻ റൈറ്റഡ് ലോഞ്ച് വെഹിക്കിൾ, അതായത് റോക്കറ്റ്. ആ റോക്കറ്റിന്റെ പേരാണ് ഹ്യൂമൻ റൈറ്റഡ് ലോഞ്ച് വെഹിക്കിൾ. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ഓർബിറ്റൽ മോഡ്യൂൾ. ആ ഓർബിറ്റൽ മോഡ്യൂൾ ആണ് നമ്മൾ ഭൂമിയെ ഭ്രമണം ചെയ്യുന്ന ആ ഗഗൻയാൻ എന്ന് പറയുന്ന പേടകം എന്ന് പറയുന്നത്. ആ പേടകത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട്. അത് ഒന്നാമത്തെ ഭാഗം എന്ന് വെച്ചാൽ ക്രൂ മോഡ്യൂൾ. ആ ക്രൂ മോഡ്യൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്രൂ മോഡ്യൂളിനകത്താണ് നമ്മൾ ഇവിടുന്ന് പോകുന്ന അസ്ട്രോനോട്ട്സ് അവരുടെ എക്സ്പെരിമെന്റ്സും കമ്മ്യൂണിക്കേഷനും നാവിഗേഷൻ എല്ലാം ചെയ്യുന്നത് ആ ക്രൂ മോഡ്യൂളിനകത്ത് ഇരുന്നുകൊണ്ടായിരിക്കും. അതൊരു എർത്തിലായിരിക്കും, നമ്മുടെ ഭൂമിയിലുള്ള പോലെ തന്നെ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ള ഒരു ഹാബിറ്റാറ്റ് ആണ്. സർവീസ് മോഡ്യൂൾ എന്ന് പറയുന്നത് ഈ ക്രൂ മോഡ്യൂളിലുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നതിന്, അവർക്കുള്ള സഹായങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സർവീസ് മോഡ്യൂൾ ഇരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് നോക്കാം സിഗ്നിഫിക്കൻസ് ഓഫ് ഗഗൻയാൻ മിഷൻ. ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്, ഈ ഒരു മിഷൻ നമ്മൾ ചെയ്യുന്നതിന്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ച് നമുക്ക് നോക്കാം. ഒന്നാമത്തെ, ടു അച്ചീവ് എ ഫ്യൂച്ചർ ടെക്നോളജിക്കൽ കേപ്പബിലിറ്റി. അതായത് ടെക്നോളജിക്കലി നമ്മൾ ഭാവിയിൽ നല്ല ഒരു കേപ്പബിൾ ആണെന്നുള്ള ഒരു ഭാവി നമുക്ക് സൃഷ്ടിച്ചെടുക്കണം. ഇൻ ഫ്യൂച്ചറിൽ ടെക്നോളജിക്കലി ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം വളരെ അഡ്വാൻസ്ഡ് ആണെന്നുള്ള ഒരു നേട്ടത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുക എന്നുള്ളതാണ് ഒന്നാമത്തത് എന്ന് പറയുന്നത്. രണ്ടാമത്തെ, ഇൻസ്പയർ സ്റ്റുഡൻസ് ടുവേർഡ്സ് കരിയേഴ്സ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി. നമ്മൾ എക്സ്പ്ലോറേഷൻ, സ്പേസ് എക്സ്പ്ലോറേഷൻ നമ്മൾ കണ്ടെത്തുന്ന പല കാര്യങ്ങളും ഈ ഒരു ഫീൽഡ് ഓഫ് സ്റ്റഡിയിൽ ഒരു പുതിയൊരു എന്താ പറയുക ഒരു ചാപ്റ്ററാണ് ഈ നമ്മൾ കണ്ടെത്തുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം ഇതിനു മുമ്പ് സ്പേസ് എക്സ്പ്ലോറേഷൻ കണ്ടെത്തിയ ഫാക്റ്റ് ആണ് ഇപ്പോഴത്തെ സ്റ്റുഡൻസ് പഠിക്കുന്നതും സ്റ്റുഡൻസിന്റെ ഒരു പ്രധാന പ്രവർത്തന മേഖല എന്ന് പറയുന്നു. അവർക്ക് അതിലൊരു കരിയർ ഓപ്പർച്യൂണിറ്റിയിലേക്ക് എത്താൻ പറ്റുന്നുണ്ട് എന്ന് പറയുന്ന പോലെ നമ്മൾ ഇന്നിപ്പോ ഗഗൻയാൻ മിഷൻ നമ്മൾ കൊണ്ടുവരുന്നു. ഇതിൽ നമ്മൾ കണ്ടെത്തുന്ന കാര്യങ്ങളുണ്ട്. അത് നാളെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾക്ക് അവരുടെ ഫ്യൂച്ചർ മെച്ചപ്പെടുത്താനോ അല്ലെങ്കിൽ അവരുടെ കരിയർ ഡെവലപ്പ് ചെയ്യാനോ പറ്റുന്ന ഒരു മെയിൻ ഏരിയ ആണ്. അതാണ് രണ്ടാമത്തെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. അതുപോലെ ഇറ്റ് വിൽ ഓപ്പൺ ഡോർ ഫോർ ഡിപ്ലോമാറ്റിക് കൊളാബറേഷൻസ് വിത്ത് അതർ സ്പേസ് ഫിയറിംഗ് നേഷൻസ്, പേവിംഗ് ദ വേ ഫോർ ജോയിന്റ് മിഷൻസ് നോളജ് എക്സ്ചേഞ്ച്. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൊളാബറേഷൻ സൃഷ്ടിക്കാൻ ഏറ്റവും കൂടുതൽ ഉതകുന്നതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്പേസ് എക്സ്പ്ലോറേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന നോളജ് അത് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും മറ്റു രാജ്യങ്ങളുമായിട്ട്. ഈ ഒരു നമ്മൾ കണ്ടെത്തുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ ഈ മേഖലയിൽ കണ്ടെത്തുന്ന പുതിയ ഇന്നോവേറ്റീവ് ഐഡിയാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു രാജ്യങ്ങളുമായിട്ട് നമുക്ക് ഷെയർ ചെയ്യുന്നത് വഴി മറ്റു രാജ്യങ്ങളുമായിട്ട് നമുക്കൊരു ജോയിന്റ് കൊളാബറേഷൻ നടത്താൻ പറ്റും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കൊളാബറേഷൻ മറ്റു രാജ്യങ്ങളോട് നമുക്കുണ്ടെങ്കിൽ ഒരുമിച്ച് ചേർന്നുകൊണ്ട് നമുക്ക് പുതിയ പുതിയ മിഷൻസ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ സയന്റിഫിക്കലി നമ്മൾ ഒരുപാട് മുന്നിലേക്ക് വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ സയന്റിഫിക് എക്സ്പെരിമെന്റ്സ് ഇൻ എ മൈക്രോഗ്രാവിറ്റി എൻവയോൺമെന്റ് ഫെസിലിറ്റേറ്റഡ് ബൈ ഗഗൻയാൻ ക്യാൻ ലീഡ് ടു ഗ്രൗണ്ട് ബ്രേക്കിംഗ് ഡിസ്കവറീസ് ഇൻ ദ ഫീൽഡ് ലൈക്ക് മെഡിസിൻ, മെറ്റീരിയൽ സയൻസ് ആൻഡ് ബയോളജി. അതുപോലെ തന്നെ സ്പേസ് എക്സ്പ്ലോറേഷൻ നമ്മൾ കണ്ടെത്തുന്ന പല കാര്യങ്ങളും, ഈ മൈക്രോഗ്രാവിറ്റി എൻവയോൺമെന്റിൽ നമ്മൾ കണ്ടെത്തുന്ന പല കാര്യങ്ങളും ഈ സ്പേസ് അല്ലാത്ത പല ഫീൽഡുകളിലും, മെഡിസിന്, അതുപോലെ മെറ്റീരിയൽ സയൻസ്, ബയോളജി, ജീവശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട പല പഠനങ്ങൾക്കും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ സ്പേസിൽ വെച്ച് നമ്മൾ കണ്ടെത്തുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പല എക്സ്പെരിമെന്റ്സിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് സയൻസിന്റെ മറ്റു ശാഖകളിലേക്കും ഡെവലപ്മെന്റിന് സഹായിക്കുന്ന. ഇറ്റ് ക്യാൻ സ്റ്റിമുലേറ്റ് എക്കണോമിക് ഗ്രോത്ത് ത്രൂ ദ ഡെവലപ്മെന്റ് ഓഫ് സ്പേസ് റിലേറ്റഡ് ഇൻഡസ്ട്രീസ്, ടെക്നോളജി സ്പിൻ ഓഫ്സ് ആൻഡ് ജോബ് ക്രിയേഷൻ, കോൺട്രിബ്യൂട്ടിംഗ് ടു ഇന്ത്യസ് ഓവറോൾ ഡെവലപ്മെന്റ്. അതുപോലെ നമ്മൾ എക്സ്പ്ലോറേഷൻ, സ്പേസ് എക്സ്പ്ലോറേഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ പല വെഹിക്കിൾസ് നമ്മൾ കൊണ്ടുവരുന്നു. ഇത് നമ്മൾ പല പ്രോഗ്രാംസും കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം ഈ സ്പേസ് എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്ന ഫീൽഡിനോട് അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന പല ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള വികസനത്തിനും നമ്മുടെ ഈ ഗഗൻയാൻ മിഷൻ പോലുള്ള പദ്ധതികൾ ശരിക്കും പ്രയോജനം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഈ രംഗത്ത് ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, അതുപോലെ തന്നെ ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ഡെവലപ്മെന്റിന് ഈ ഗഗൻയാൻ പോലുള്ള പദ്ധതികൾ ഒരുപാട് പ്രയോജനം ചെയ്യുന്ന ഒന്നായിരിക്കും. ഓക്കെ, ഇത്രയാണ് നമുക്കിന്ന് ഗഗൻയാൻ മിഷനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പൊ മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, നമ്മൾ ഓരോ ടൈപ്പ് എക്സാംസിന് നമ്മൾ ഓരോ പേഴ്സ്പെക്റ്റീവിലാണ് നമ്മൾ ഇതിനെ പഠിക്കേണ്ടത്. അപ്പൊ അതാണ് ജനറലി ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞതാണ്. ഇപ്പൊ സാധാരണ PSC പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ആയിരിക്കും, ഒരു വൺ വേർഡ് ആൻസർ ആയിരിക്കും നമ്മൾ പ്രതീക്ഷിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലും പ്രതീക്ഷിക്കുന്നത്. പക്ഷെ നമുക്ക് ചോദിക്കാം, ഇതിനകത്ത് ടെക്നോളജി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ചോദ്യങ്ങൾ വരാം. അതുപോലെ തന്നെ ഇതിന്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണ്, അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ലോഞ്ച് വെഹിക്കിൾ ഏതൊക്കെയാണ്,
അല്ലെ പ്രൊപ്പൽഷൻ സിസ്റ്റം എന്താ, ഇതുപോലൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങളിലേക്ക് PSC മാറിയത് കൊണ്ട് തന്നെ നമ്മൾ ഒരു ഇൻഡെപ്ത് വായന നമുക്ക് ഒരു ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം PSC പോലുള്ള ഡിഗ്രി ലെവൽ പരീക്ഷകൾ പോലുള്ള എക്സാംസിന് വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ട് ഉണ്ടാക്കിയൊരു വീഡിയോ ആണ്. അപ്പം നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പം നിങ്ങളത് ഫുള്ള് വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഈ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വളരെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ നമുക്ക് താഴെ കമന്റ് ആയിട്ട് പറയുക. നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാം. ഇനി വരുന്ന ക്ലാസ്സുകളിൽ പുതിയ പുതിയ വീഡിയോ ചെയ്യുമ്പോൾ നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ ഒരുപാട് സഹായമായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, നിങ്ങൾക്കത് പ്രയോജനം ചെയ്തെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. വരുന്ന പരീക്ഷകൾക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യുക. നല്ലൊരു അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കിയെടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.